Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദി ഉവർ സൈറ്റ് ആണ്. അതായത് എങ്ങനെയാണ് സമയം പറയാൻ പഠിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദി ഉവർ സൈറ്റ് ഓഫ് ഡോയിഷ്, ഹൗ ടു ടെൽ ദ ടൈം ഇൻ ജർമ്മൻ. ആസ്കിങ് ദ ടൈം, അതായത് എങ്ങനെയാണ് ഒരു ടൈം, അതായത് സമയം എത്ര ആയെന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അതെങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ ചോദിക്കുന്നതെന്ന് നോക്കാം. വി സ്പേറ്റ് ഇസ്റ്റ് എസ്, അങ്ങനെയാണ് എത്രയാണ് സമയം എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ ജർമ്മനിലോട്ട് ചോദിക്കുന്ന സമയത്ത് വി സ്പേറ്റ് ഇസ്റ്റ് എസ് എന്നാണ് നമ്മൾ ചോദിക്കുക. ഇനി നമ്മൾ 1 മണി 2 മണി 3 മണി അങ്ങനെ കറക്റ്റ് അവർ ക്ലോക്ക് നമ്മൾ പറയാറില്ലേ, ആ ഒരു ടൈമിലാണ് നമ്മൾ അതായത് എസ് ഇസ്റ്റ് ഐൻ ഉവർ കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ പറയുന്ന സമയത്ത് എസ് ഇസ്റ്റ് ഐൻ ഉവർ, എസ് ഇസ്റ്റ് സ്വൈ ഉവർ, എസ് ഇസ്റ്റ് 12 ഉവർ, അതായത് ഈ ഐൻസ് വൈ 12 എന്ന് കൊടുത്തേക്കണം. കൊടുത്ത് ജസ്റ്റ് ആ ഒരു നമ്പർ, അതായത് ഐൻസ് സ്വൈ ഡ്രൈ ഫിയർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ എസ് ഇസ്റ്റ് ഐൻ ഉവർ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ ഐൻസ് എന്നാണ് പറയുക, പക്ഷെ ഇവിടെ ടൈമിലേക്ക് പറയുന്ന സമയത്ത് ഐൻസ് അല്ല, പകരം ഐനെ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ, എസ് നമ്മളിവിടെ യൂസ് ചെയ്യില്ല. എസ് ഇസ്റ്റ് ഐൻ ഉവർ എന്നാണ് നമ്മൾ 1 മണീനെ പറയാം. ഇനി 2 മണി ആവുന്ന സമയത്ത് എസ് ഇസ്റ്റ് സ്വൈ ഉവർ, 3 മണി എസ് ഇസ്റ്റ് ഡ്രൈ ഉവർ, അങ്ങനെ മാറി മാറി എസ് ഇസ്റ്റ് 12 ഉവർ വരെ എന്ന് പറഞ്ഞാൽ 12 മണി വരെ അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാം. ഇനി ഓരോ ടൈമും എങ്ങനെ പറയണേ നോക്കാം. അതായത് ഇപ്പോൾ 1:05, 1:10 അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അതിന് നമ്മൾ എങ്ങനെ പറയുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് 1 മണീനെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഇതുകൾ നോക്കാം. ഇപ്പോൾ 1 മണി എന്ന് പറയുന്നത് എസ് ഇസ്റ്റ് ഐൻ ഉവറാണ്. 1:05 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 മണി കഴിഞ്ഞ് 5 മിനിറ്റിനെയാണല്ലോ നമ്മൾ 1:05 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എസ് ഇസ്റ്റ് ഫ്യൂൺഫ് നാഹ് ഐൻസ് അങ്ങനെയാണ് യൂസ് ചെയ്യുക. അതായത് ഫ്യൂൺഫ് നാഹ്, നാഹ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ്, അതാണ് ഫ്യൂൺഫ് നാഹ് ഐൻസ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്. ഇനി 1:10 നമ്മൾ എസ് ഇസ്റ്റ് സേൻ നാഹ് ഐൻസ്, അതായത് ഐൻസ് സേൻ നാഹ് ഐൻസ് 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി എന്നുള്ള രീതിയിലാണ് നമ്മൾ സേൻ നാഹ് ഐൻസ്, നാഹ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. അപ്പോൾ 1 മണിക്ക് ശേഷം 10 മിനിറ്റ് ആയതിനെ എസ് ഇസ്റ്റ് സേൻ നാഹ് ഐൻസ് എന്ന് പറയും. 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയതിനെ എസ് ഇസ്റ്റ് ഫ്യൂൺഫ് നാഹ് ഐൻസ് എന്ന് പറയും. ഇനി 1:15 നമ്മൾ കാലെന്ന് പറയാറുണ്ടല്ലോ, അതായത് ക്വാർട്ടർ. അപ്പോൾ കാലെന്ന് പറയുമ്പോഴും മുക്കാലെന്ന് പറയുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫിയർടെൽ എന്നുള്ളത്. അതായത് 1:15 ആയതിനെ നമ്മൾ ഫിയർടെൽ നാഹ് ഐൻസ്, അതായത് 1 മണിക്ക് കഴിഞ്ഞ് 15 മിനിറ്റ്, അപ്പോൾ ഫിയർടെൽ നാഹ് ഐൻസ് എന്നാണ് നമ്മൾ 1:15 പറയുന്നത്. ഇനി 1:20 വരുന്ന സമയത്ത് എസ് എസ് സ്വാൻസിഷ് നാഹ് ഐൻസ്, അതായത് 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി എന്നുള്ളതിനാണ് എസ് എസ് സ്വാൻസിഷ് നാഹ് ഐൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ വരെ നമ്മൾ യൂസ് ചെയ്തിരുന്നു മൊത്തം ഐൻസ് ആയിരുന്നു. ഇവിടെയാണെങ്കിലും ഫ്യൂൺഫ് നാഹ് ഐൻസ്, സെയിൻ നാഹ് ഐൻസ്, ഫിയർടെൽ നാഹ് ഐൻസ്, സ്വാൻസിഷ് നാഹ് ഐൻസ്, ഇവിടെ വരെ നമ്മൾ ഐൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അതായത് 1 മണി 1:05, 1:10, 1:15, 1:20 അതിന് മൊത്തം ഐൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അതായത് 1:25 വരുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ 1:30 ഹാൽബ് സ്വൈ എന്നാണ് പറയുന്നത്. അതായത് 2 മണി ആവാനായിട്ട് ഇനി അരമണിക്കൂറും കൂടി ഉണ്ടെന്നാണ് ഹാൽബ് സ്വൈയുടെ അർത്ഥം. അതായത് സ്വൈ എന്ന് പറഞ്ഞാൽ 2, അപ്പം 1:30 എന്ന് പറയണേന് നമ്മൾ ഹാൽബ് സ്വൈ എന്നാണ് പറയുക. അതായത് 1 മണിക്കൂർ ഒരു നമ്പർ കയറ്റിയിട്ടായിരിക്കും നമ്മൾ അര പറയും, അതായത് അരമണിക്കൂറിനെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ 1:30 മുൻപ് 5 മിനിറ്റ്, അങ്ങനെയാണ് നമ്മൾ 1:25 പറയുന്നത്. 1:30 മുൻപ് 5 മിനിറ്റ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഫ്യൂൺഫ് ഫോർ ഹാൽബ് സ്വൈ, അതായത് 1:30 ഹാൽബ് സ്വൈ എന്ന് പറയുന്നത്. അതിന് മുൻപ് എന്ന് പറയണതിനാണ് ഫോർ, ബിഫോർ എന്ന് പറഞ്ഞതാണ് ഫോർ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്. അപ്പോൾ 1:30 മുൻപ് 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂൺഫ് ഫോർ ഹാൽബ് സ്വൈ എന്നായിരിക്കും നമ്മൾ 1:25 പറയുന്നത്. ഇനി 1:30 എസ് ഇസ്റ്റ് ഹാൽബ് സ്വൈ എന്ന് പറയും. ഇനി ഇവിടെ 1:35 വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ 1:30 കഴിഞ്ഞ് 5 മിനിറ്റ്, ആ ഒരു ഫോമിലാണ് നമ്മൾ 1:35 പറയുന്നത്. അപ്പോൾ എസ് ഇസ്റ്റ് ഫ്യൂൺഫ് നാഹ് ഹാൽബ് സ്വൈ, അതായത് 1:30 കഴിഞ്ഞ് 5 മിനിറ്റ്, ആ നാഹ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നാണ് മീനിങ് വരിക. അപ്പോൾ എസ് ഇസ്റ്റ് ഫ്യൂൺഫ് നാഹ് ഹാൽബ് സ്വൈ എന്ന് പറയുമ്പോൾ 1:30 കഴിഞ്ഞ് 5 മിനിറ്റ്, അതായത് 1:35 ആയി അർത്ഥം. ഇനി ഇവിടെ വരെ യൂസ് ചെയ്തത് ഹാൽബ് സ്വൈ, അതായത്
ഇത്രയും വരെ നമ്മൾ ഐൻസ് യൂസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഹാൽബ് സ്വൈ വെച്ചിട്ടാണ് പറഞ്ഞേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സ്വൈ വെച്ചിട്ട്, അതായത് ഒരു നമ്പർ കയറ്റിയിട്ടായിരിക്കും നമ്മൾ പറയാം. ഇവിടെ 1:40, അതിന് നമ്മൾ 2 മണി ആവാൻ 40 മിനിറ്റും കൂടി ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ, അതായത് തിരിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ നാഹ് വെച്ചിട്ട് പറഞ്ഞു. ഇവിടേക്ക് വരുന്ന സമയത്ത് 2 മണി ആവാനായിട്ട് ഇനി 20 മിനിറ്റും കൂടി ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ പറയുന്ന സമയത്ത് എസിസ്റ്റ് സ്വാൻസിഷ് ഫോർ സ്വൈ, അതായത് 2 മണിക്ക് മുൻപ് 20 മിനിറ്റ്, അതിനെയാണ് 1:40 എന്നാണ് അർത്ഥം. അപ്പോൾ 2 മണിക്ക് മുൻപ് 20 മിനിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി 1:45 എന്ന് പറയും. മുക്കാൽ എന്ന് പറഞ്ഞാൽ ഫിയർടെൽ എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിയർടെൽ ഫോർ സ്വൈ, 2 മണി ആവാൻ ഇനി കാം മണിക്കൂറും കൂടി ഉണ്ട്, അതായത് ഫിയർടെൽ 15 മിനിറ്റും കൂടി ഉണ്ടെന്ന് അർത്ഥം. ഇനി 1:50 പറയുന്ന സമയത്ത് എസിസ്റ്റ് സെയിൻ ഫോർ സ്വൈ, അതായത് 2 മണി ആവാൻ ഇനി 10 മിനിറ്റും കൂടി ഉണ്ടെന്ന്. ഇനി 1:55 എസിസ്റ്റ് ഫ്യൂൺഫ് ഫോർ സ്വൈ, 2 മണി ആവാൻ 5 മിനിറ്റ് കൂടി ഉണ്ട്. ഇനി 2 മണി ആവുന്ന സമയത്ത് എസിസ്റ്റ് സ്വൈ ഉവർ, അങ്ങനെ പറയും. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടം വരെ നമ്മൾ യൂസ് ചെയ്തത് നാഹ് ആയിരുന്നു, അത് ഐൻസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഹാൽബ് സ്വൈ, അതായത് 1:30 ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എസിസ്റ്റ് ഫ്യൂൺഫ് നാഹ് ഹാൽബ് സ്വൈ, ഇവിടെ ഹാൽബ് സ്വൈ വരും, ഇവിടെ ഫ്യൂൺഫ് ഫോർ ഹാൽബ് സ്വൈ, അങ്ങനെ വെച്ച് നമ്മൾ ഇത് പറയും. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം സ്വൈ വെച്ചിട്ട്, അതായത് ഒരു നമ്പർ കയറ്റിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. മിനിറ്റ്സ് പാസ് ദ അവർ, അതായത് ആ ഒരു മണിക്കൂറിന് മുൻപ് 1:05, 2:05 അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മൾ നാഹ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യണത്. അതായത് 20 വരെ, 1:20, 2:20 അങ്ങനെ 20ൻ്റെ ആ ഒരു ടൈം വരെയാണ് നമ്മൾ ഈ നാഹ് വെച്ച് പറയുന്നത്. എസിസ്റ്റ് ഫ്യൂൺഫ് നാഹ് സ്വൈ, 2:05 നമ്മൾ സ്വൈ വെച്ചിട്ട് തന്നെയാണ്. ഇത് 2:05 എന്ന് പറയുമ്പോൾ 2 അവിടുത്തെ മണിക്കൂർ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നാഹ് ആഫ്റ്റർ എന്നുള്ള മീനിങ് നാഹ് വെച്ച് പറയുന്നു. അതുപോലെ തന്നെ എസിസ്റ്റ് സെയിൻ നാഹ് ഡ്രൈ എന്ന് പറയുമ്പോൾ 3:10. ഇനി ഇതുപോലെ തന്നെ ഹാഫ് ആൻഡ് ക്വാർട്ടർ അവർ, അതായത് 1:15, 1:45, 1:30 അങ്ങനെ ആ ഒരു കണക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഹാൽബ് ഫിയർടെൽ ആ ഒരു 2 വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസിസ്റ്റ് ഫിയർടെൽ നാഹ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:15, അതായത് 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിന്. ഇനി എസിസ്റ്റ് ഹാൽബ് സെക്സ് എന്ന് പറയുമ്പോൾ 5:30, അതായത് 1 മണിക്കൂർ കയറ്റി, ഒരു നമ്പർ കയറ്റിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ 5:30 എന്നാണെങ്കിലും സെക്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാൽബ് സെക്സ്, അതായത് 5:30ക്ക് മുന്നേ ഒരു നമ്പർ കയറ്റിയിട്ട് 6 എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എസിസ്റ്റ് ഫിയർടെൽ ഫോർ സീബൻ, ഇവിടെ 6:45 എന്ന് പറഞ്ഞുകൊണ്ട് 6 കഴിഞ്ഞിട്ട് സീബൻ നമ്മൾ യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഫോർ സീബൻ എന്ന് വന്നിരിക്കുന്നത്. ഇനി ഹാൽബ് മീൻസ്, ഹാൽബ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ആൻ അവർ, അതായത് 1 മണിക്കൂർ. ഹാൽബ് സ്വൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ആയിരിക്കും, 1:30 നമ്മൾ ഹാൽബ് സ്വൈ എന്ന് പറയാം. ഇനി ഹാൽബ് ഡ്രൈ എന്ന് പറയുമ്പോൾ അത് 2:30 ആയിരിക്കും. ഹാൽബ് ഫിയർ എന്ന് പറയുമ്പോൾ 3:30 ആയിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഇറക്കിയിട്ടായിരിക്കും നമ്മൾ ഹാൽബ് വെച്ച് പറയുന്നത്. മിനിറ്റ്സ് ബിഫോർ ദ പാസ്റ്റ്, അതായത് ആ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ്, അതായത് 1:40, 1:45, 1:50 ആ ഒരു ടൈം പറയുന്ന സമയത്ത് നമ്മൾ 4 എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക. അതും ഒരു നമ്പർ കയറ്റിയിട്ട്, ഇപ്പോൾ ഇവിടെ 7:50 കൊടുത്തിരിക്കില്ലേ, അതിന് ആർച്ച് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുക 4 ആർച്ച്. എസിസ്റ്റ് സെയിൻ 4 ആർച്ച്, അപ്പോൾ മുൻപ് 10 മിനിറ്റ്, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 8:55 നമ്മൾ 9 വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നമ്പർ കയറ്റിയാണ് നമ്മൾ ഈ നമ്പേഴ്സൊക്കെ പറയേണ്ടത്. ഇനി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നാഹ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നാണ് മീനിങ് വരുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ, ഫിയർടെൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, ഹാൽബ് എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പം ഈ ഒരു വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം നമ്മൾ പറയാം. അതുപോലെ തന്നെ 1:05 മുതൽ 1:20 വരെയുള്ള ആ ഒരു ടൈം മൊത്തം നമ്മൾ നാഹ് വെച്ചിട്ടും, തിരിച്ച് 1:40 മുതൽ ബാക്കി 2 മണി വരെയുള്ള ആ ഒരു ടൈമിന് നമ്മൾ 4 വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും മാറിപ്പോകാണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൈം നമുക്ക് തെറ്റുകൂടാതെ പറയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.